മനുഷ്യൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആപത്തുണ്ടാക്കിയിട്ടുള്ളത് വന്യജീവികളോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സിംഹമോ കടുവയോ ആനയോ ഒന്നുമല്ല. പലപ്പോഴും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് സൂക്ഷ്മജീവികളാണ്, ഏകകോശ ജീവികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വൈറസുകളാണ്, വൈറസ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 3 വർഷം തന്നെ മനുഷ്യരെല്ലാവരും കയറി അടച്ചിരുന്ന കൊറോണയെ പറ്റി നമ്മൾ അറിഞ്ഞു കാണും. ജൂലൈ മാസത്തിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ പൂച്ചക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുളിക്കാൻ ഇറങ്ങിയ ഗുരുദത്ത് എന്ന് പറഞ്ഞൊരു കുട്ടി മസ്തിഷ്കത്തിനെ കഴിക്കുന്ന ഒരു അമീബ കാരണം മരിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ മാസം ജൂലൈയിൽ വായിക്കാനിടയായി. എന്താണ് ഈ സംഗതി? അപ്പോൾ ഈ മസ്തിഷ്കത്തെ തിന്നുന്ന അമീബ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന പിക്ചർ ഒരു പക്ഷേ വേറെ വലുതുമായിരിക്കാം. നൈഗ്ലേരിയ ഫൗളറി എന്ന് പറയുന്ന ഒരു അമീബയാണ് ഈ പറയുന്ന അസുഖത്തിനുള്ള കാരണം. ഈ നൈഗ്ലേരിയ എന്ന് പറയുന്നത് ഒരു ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു അമീബയാണ്. പല സ്ഥലത്തും പല വാം വാട്ടേഴ്സിൽ അല്ലെങ്കിൽ ചൂടുള്ള ജലം ഉള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാണാറുണ്ട്. ഇത് ഓസ്ട്രേലിയയിലാണ് ഇതൊരു അസുഖം ഉണ്ടാക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. പക്ഷേ ഈ അമീബയെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത് ഒരു പക്ഷേ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അതിനു മുമ്പ് ഒരു പക്ഷേ അമേരിക്കയിൽ നിന്നായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ അമേരിക്കയിലും അല്ലാതെ ഇന്ത്യയിലും ഈ പറഞ്ഞ സാധനത്തിനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആലപ്പുഴയുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത്, അതായത് നൈഗ്ലേരിയ ഫൗളറി എന്ന് പറയുന്ന സാധനം. ഈ നൈഗ്ലേരിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രീ ലിവിങ് അമീബ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിന് 3 സ്റ്റേജുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ അമീബ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ചിലപ്പോൾ സിസ്റ്റ് പോലെ ബോൾ പോലത്തെ ഒരു സംഭവമായിരിക്കും. ചില സ്ഥലത്ത് സ്യൂഡോ പോട്ട്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഇല്ല, അതായത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ തന്നെ ഷേപ്പ് ചെയ്ത് കാലുകളാക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അമീബോയിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ 2 ഫ്ലജല്ല അല്ലെങ്കിൽ ചാട്ടവാർ പോലെയുള്ള 2 വാലുകളുള്ള ഒരു സ്ട്രക്ചറാണ്. ഇങ്ങനെ 3 സ്ട്രക്ചറുകളാണ് ഈ സാധനത്തിന് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യുൽപാദനം നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷൻ വഴിയാണ്. ഒരു അമീബ തന്നെ 2ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും അനുകൂലമായ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ അമീബിയോയിഡ് സ്റ്റേജാണ്. സിസ്റ്റായിട്ടിരിക്കുമ്പോൾ അങ്ങനെ പ്രത്യുൽപാദനം നടത്തി നമ്മൾ കാണാറില്ല. അതുപോലെ തന്നെ ഈ ഫ്ലജല്ല ഉള്ള സമയത്ത് അല്ലെങ്കിൽ വാല് ഉള്ള സമയത്തും അങ്ങനെ അത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു സംഭവം നടക്കാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരു മനുഷ്യനെ ഇൻഫെക്റ്റ് ചെയ്യുക? ഇത് സാധാരണഗതിയിൽ ബാക്ടീരിയയെ മാത്രം കഴിച്ച് നടക്കുന്ന ഒരു അമീബയാണ്, അല്ലാതെ മനുഷ്യനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു അമീബയൊന്നുമല്ല. ഇത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ചെന്നാൽ മാത്രമേ മനുഷ്യനെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ തലയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനോ ഒക്കെ പറ്റുള്ളൂ. ഇത് മൂക്കിലൂടി ബ്രെയിനിൽ എത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാര്യം ഇപ്പം നിങ്ങൾ ഡൈവ് ചെയ്യുകയാണെങ്കിലോ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറക്കാനായിട്ട് പോവുകയാണെങ്കിലോ അടിയൊക്കെ ഇങ്ങനെ നമ്മൾ ഇളക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അത്ര വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഇൻഫെക്ഷൻ അടിക്കാൻ സാധ്യത. അത് മൂക്ക് വഴി കയറുകയും മസ്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്കത്തിൽ വെച്ചിട്ടാണ് നമുക്ക് മസ്തിഷ്കത്തിലെത്തിയാൽ അപ്പോൾ ശരീരം ചെയ്യുന്ന ഒരു കാര്യമാണ് ശരീരം ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യും. ഇതിനെ പുറത്താക്കാനായിട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്താണോ ഇത് ഇരിക്കുന്നത് ആ ഭാഗത്ത് ചുവപ്പോ വേദനയോ അല്ലെങ്കിൽ നീരോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. മാത്രമല്ല അവിടെ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഇതിനെ എങ്ങനെയെങ്കിലും തുരത്താനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രത്യേക വീഡിയോകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാൻ കിട്ടും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സെൽസ് ഇതിനെ ഓട്ടിച്ചിട്ട് പിടിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇതിനൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് ഇതുവരെ ഇല്ല എന്നുള്ളതാണ് സത്യം. 97% കേസുകളിലും മരണം സംഭവിക്കുന്നുള്ളതാണ്. അമേരിക്കയിൽ ഏതാണ്ട് 1970 മുതലാണെന്ന് തോന്നുന്നു, അതോ 80 മുതലോ ഒരു 30 വർഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് 4 പേർക്ക് താഴെ മാത്രമൊക്കെയാണ് ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഇൻഫെക്ഷൻ അടിച്ചു കഴിഞ്ഞാലുള്ളത്. ഇത് എന്തൊരു അസുഖം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ PAM എന്നറിയപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലയിലൊക്കെ നീര് വരികയും ഈ ആൾ മരിച്ചു പോവുകയും ചെയ്യും. ഇതിനെതിരെ പ്രതിരോധിക്കാനായിട്ട് നമുക്കധികം മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ട്യൂബിനകത്ത് ഇതിനെ കൊല്ലാൻ പറ്റിയ പല മരുന്നുകളും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും മനുഷ്യനിലേക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? സാധാരണ നമ്മുടെ ടാപ്പ് വാട്ടറിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആളുകൾക്ക് ക്ലോറിൻ വെള്ളം ഭയങ്കര പേടിയാണ്. പക്ഷേ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഗതി കാണാറില്ല എന്നുള്ളതാണ്. ഉപ്പ് വെള്ളമോ അല്ലെങ്കിൽ ക്ലോറിൻ വെള്ളത്തിലോ ഒന്നും ഈ സംഗതി കാണാറില്ല. അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ വഴിയോ ഒക്കെ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആലോവും ക്ലോറിനും ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്യുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കാണാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ കിണറ്റിലെ വെള്ളമാണെങ്കിലും പൊട്ടാസ്യം പെർമാംഗനേറ്റോ അല്ലെങ്കിൽ ക്ലോറിൻ ടാബ്ലറ്റ്സോ ഒക്കെ ഇട്ട് പ്യൂരിഫൈ ചെയ്തതിനകത്താണെങ്കിൽ ഈ സംഗതി കാണാറില്ല. ഇനി ഇത് കുടിച്ചെന്ന് പറഞ്ഞോ കഴുകി എന്ന് പറഞ്ഞോ ഈ ഇൻഫെക്ഷൻ വരുന്നതായിട്ട് ഇപ്പോൾ CDCയുടെ ഒക്കെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ അഴുക്ക വെള്ളത്തിൽ കുളിക്കുക അല്ലെങ്കിൽ ഡൈവ് ചെയ്യുക അല്ലെങ്കിൽ അടിയിൽ ഊളിയിടുക ഇതുപോലെയുള്ള കാര്യങ്ങളല്ലാതെ
ഈ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മൂക്ക് കഴുകലാണ്. ഇപ്പോൾ വൂതു എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ മൂക്കും അതുപോലെയുള്ള ദ്വാരങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കുന്നത് ഒരു റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളമാണ്, ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ഈ സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫെക്ഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ സംഗതി എല്ലാ കാലത്തും ഇൻഫെക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസം, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന ഈ 3 മാസങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻസ് ഒക്കെ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു 10-14 വയസ്സുള്ള ആൺകുട്ടികളിലാണ് ഈ പറഞ്ഞ സംഭവം കൂടുതലായിട്ട് കാണുന്നതെന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അവരുടെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് അവരിങ്ങനെ വെള്ളത്തിൽ കുളിക്കാൻ പോവുകയോ ഡൈവ് ചെയ്യുകയോ ചാടുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ CDCയുടെ സൈറ്റിൽ തന്നെ പറയുന്നത് ഈ ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്ലെൻസിങ്ങോ റിലീജിയസ് ആയിട്ടുള്ള ഈ ക്ലെൻസിങ്, മൂക്ക് കഴുകുക എന്ന് പറയുന്ന പരിപാടിയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് വരാനുള്ള ഒരു പോസിബിലിറ്റി ആയിട്ട് കാണുന്നത്. അതിനോടൊപ്പം ഈ ഡൈവ് ചെയ്യുക, അഴുക്ക വെള്ളത്തിൽ നീന്തുക, ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടിയുണ്ട്. ഈ ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടി ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില നേതി എന്നൊക്കെ പറഞ്ഞ ചില പരിപാടികളൊക്കെ ഉണ്ട്. അതായത് മൂക്കിനകത്ത് തിരി പോലെയുള്ളൊരു സാധനം കെട്ടി കഴുകുക, വൃത്തിയാക്കുക എന്നുള്ളത്. ഈ മൂക്കിനകത്തൊന്നും അങ്ങനെ കഴുകുകയോ വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നാച്ചുറലായിട്ട് തന്നെ ശരീരത്തിന് ഒരു പ്രതിരോധ വ്യവസ്ഥയുണ്ട്. അത് തന്നെ അവിടെ കൃത്യമായി ഈ അണുക്കളെയൊക്കെ പുറത്ത് കളയാനും എല്ലാം വൃത്തിയായിട്ട് വയ്ക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഓരോരുത്തർ എന്തിനാണ് ഈ മൂക്കിനകത്ത് ഈ തിരികേറ്റി കഴുകുന്നത് അല്ലെങ്കിൽ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് മൂക്കിനകത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നതെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം. ഇനി കുടിച്ചെന്ന് പറഞ്ഞോ, ഇനി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നിൽക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞ അസുഖം വന്ന ഒരാളുണ്ട്. ഈ അസുഖം വന്ന ആളിൽ നിന്ന് എയറോസോളായിട്ട്, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള ഡ്രോപ്ലെറ്റ്സിൽ കൂടെയോ അല്ലെങ്കിൽ തുമ്മുകയോ ചീറ്റുകയോ ഒക്കെ ചെയ്യുന്നതായി കൂടെ അപ്പുറത്തൊരാൾക്ക് പകരുന്നതിന് യാതൊരു തെളിവില്ല. ആകെപ്പാടെ ഉള്ളത് വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കാം ഈ ഇൻഫെക്ഷൻ അടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഇൻഫെക്ഷൻ തന്നെ എങ്ങനെയാണ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തലവേദനയോ ഛർദിയോ പോലെയുള്ള കാര്യങ്ങൾ വരും. അത് കഴിഞ്ഞ് തലവേദന അസഹനീയമാവും, ചിലപ്പോൾ പനി കാണും. കൊണ്ടുപോയി കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ സംഗതി ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഈ തോട് അതുപോലെയുള്ള ചില കുളങ്ങളിലൊക്കെ ഈ സംഗതി കാണാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത് വാം വാട്ടേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു അമീബ ആയതുകൊണ്ടാണ്. ഈ അമീബ ഒരു 46 ഡിഗ്രിയൊക്കെയാണ് അതിന് ഏറ്റവും സുഖമുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. 46 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആശം ഭയങ്കര ഹാപ്പിയാണ്, എല്ലാ കാര്യങ്ങളും നടന്നുള്ളൂ. അപ്പോഴാണ് ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യത. ജൂലൈ മുതൽ സെപ്റ്റംബർ കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ ആ റേറ്റും കാണാറില്ല. അപ്പോൾ ഇത് മസ്തിഷ്കത്തിലെത്തിക്കഴിഞ്ഞാൽ മസ്തിഷ്കത്തെ സാധാരണഗതിയിൽ ബാക്ടീരിയ കഴിച്ച് മുന്നോട്ട് പോകുന്ന ഈ അമീബ മസ്തിഷ്കത്തെ കഴിച്ചത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചായിരുന്നു എന്താണ് ഈ മസ്തിഷ്കം തിന്നുന്ന അമീബ എന്നുള്ളത്. അപ്പോൾ ഇതാണ് സംഗതി. ഇത് നൈഗ്ലേറിയ എന്ന് പറയുന്നത് അതിനകത്ത് പല പല വെറൈറ്റികളുണ്ട്. ഇതിനകത്ത് ഫൗളറി എന്ന് പറയുന്ന ഈ ഒരു സംഗതി മാത്രമാണ് പ്രശ്നം. നമ്മൾ കേൾക്കുമ്പോൾ ഇത് വളരെ ഭീകരമായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ മൂക്ക് കഴുകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് മൂക്കിനകത്ത് വെള്ളം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കൊണ്ടുപോകാതിരിക്കുക. ഇനി അഥവാ കൊണ്ടുപോയേ പറ്റൂ, കഴുകിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് വരാതെ നോക്കുക. വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര എഫക്റ്റീവ് അല്ല ചികിത്സ എന്നുള്ളതും അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു അമീബ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. യൂഷ്വലി അതിൻ്റെ ഡയറ്റ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ മൂക്ക് വഴി കയറി മസ്തിഷ്കത്തിലെടുത്തു കഴിഞ്ഞാൽ മസ്തിഷ്കം തിന്നുന്ന ഒരു അമീബയായിട്ട് ഇത് മാറും. ഇത്രയും പറയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തുടർന്ന് ഇതുപോലെയുള്ള വിഷയങ്ങൾ കാണണം താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണുന്നവരെ ഐ എം ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.